ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പം കീം എക്സാം ഒക്കെ അടുത്ത് വന്നു. കീം എക്സാം അടുത്ത് വരുമ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് എക്സാം ഹാളിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ കുറിച്ച് അഡ്രസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. ശ്രദ്ധിച്ചു കേൾക്കുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾക്കറിയാം, നിങ്ങൾ 10 മണിക്ക് നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യും. ദാറ്റ് ഈസ് പേപ്പർ 1 സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നിങ്ങൾക്ക് തരും. ആ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റും അതേപോലെ OMR ഷീറ്റും ഉണ്ടാവും. ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിലാണ് നിങ്ങളുടെ ആ 120 ചോദ്യങ്ങളും കാണുക. അപ്പൊ ആ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിന്റെ ഫേസിംഗ് ഷീറ്റ് ഏകദേശം ഇതേപോലെ ഇരിക്കും. അതായത് നിങ്ങൾക്ക് അവിടെ എന്തൊക്കെ ഉണ്ടാവുന്ന വെച്ചാൽ, നിങ്ങളുടെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിന്റെ വെർഷൻ കോഡും ഒരു സീരിയൽ നമ്പർ ഉണ്ടാവും. അത് നോട്ട് ചെയ്യണം. അതിന്റെ കൂടെ എത്ര മിനിറ്റ് ആണ്, ടോട്ടൽ സമയം എത്ര, എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്, ടോട്ടൽ മാർക്ക് എത്ര, അതേപോലെ തന്നെ നിങ്ങളുടെ പേര്, റോൾ നമ്പർ, സിഗ്നേച്ചർ, ഇത്രയും ഇടാനുള്ള അവിടെ ഗ്യാപ്പും ഉണ്ടാവും. അപ്പം ഇങ്ങനെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ഇരിക്കുക. നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി അഡ്മിറ്റ് കാർഡ് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവിജിലേറ്റർ വന്ന് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് തരുകയാണ്. ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിന്റെ ഏറ്റവും ടോപ്പ് ലെഫ്റ്റ് നോക്കുക. അവിടെ ഒരു വെർഷൻ കോഡ് ഉണ്ടായിരിക്കും. അതായത് നിങ്ങൾ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി എക്സാംസ് ഫസ്റ്റ് പേപ്പറാണ് എഴുതുന്നതെങ്കിൽ നിങ്ങളുടെ വെർഷൻ കോഡ് എന്ന് പറഞ്ഞാൽ A1 A2 A3 A4 ആയിരിക്കും. ഈ ഒരു ഫോർമാറ്റ്. മാത്സ് ആണെങ്കിൽ B1 B2 B3 B4 ആയിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് ശരിക്കും നിങ്ങളുടെ ടെസ്റ്റ്, ദാറ്റ് ഇസ് നിങ്ങൾക്ക് തരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ആണ്, ഒരു ബുക്ക് പോലെയാണ് ഇരിക്കുന്നത്. ആ ബുക്ക്ലെറ്റിലെ വെർഷൻ കോഡ് എന്ന് പറയുന്നത്. നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ റോൾ നമ്പറിന്റെ ഏറ്റവും എൻഡ് പോർഷൻ നോക്കുക. നിങ്ങളുടെ റോൾ നമ്പർ എൻഡ് ചെയ്യുന്നത് ഒരു ഓഡ് നമ്പറിലാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ A1 അല്ലെങ്കിൽ A3 ആയിരിക്കും. മാത്സിലാണെങ്കിൽ ഒന്നെങ്കിൽ B1 അല്ലെങ്കിൽ B3 ആയിരിക്കും. അവരെന്തായാലും ഉറപ്പ് വരുത്തും. എന്നാലും നിങ്ങൾ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. അതിനു വേണ്ടിയാണ് പറഞ്ഞത്. ഇപ്പൊ റോൾ നമ്പർ എൻഡ് ചെയ്യുന്ന ഓഡ് നമ്പർ ആണെങ്കിൽ ഓഡ് നമ്പറിലെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് വരിക. അതെ, വെർഷൻ കോഡ് ആയിരിക്കും വരിക. അതേസമയം റോൾ നമ്പർ എൻഡ് ചെയ്യുന്നത് ഈവൻ നമ്പറിലാണെങ്കിൽ ഈവൻ നമ്പറിലെ വെർഷൻ കോഡ്സ് ആയിരിക്കും വരിക. ജസ്റ്റ് ഒന്ന് എൻഷർ ചെയ്യുക, അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. മറ്റൊരു കാര്യം, നിങ്ങളുടെ കയ്യിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിന്റെ വെർഷൻ കോഡും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ എഴുതിയിരിക്കുന്ന വെർഷൻ കോഡും സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതും ക്രോസ് ചെക്ക് ചെയ്യണം. അപ്പൊ ഇത് രണ്ടും നിങ്ങൾ എക്സാം എഴുതുന്നതിന് മുമ്പായിട്ട് ക്രോസ് ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. മറ്റൊരു കാര്യം, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ സീൽഡ് ആയിരിക്കും. ഇൻവിജിലേറ്റർ പ്രോപ്പർ നിർദ്ദേശങ്ങൾ തരാതെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, പൊട്ടിക്കാൻ പാടില്ല. കൂടെ ഒരു OMR ഷീറ്റും ഉണ്ട്. OMR ഷീറ്റ് നിങ്ങൾ നല്ല പൊന്നുപോലെ തന്നെ സൂക്ഷിച്ചോണം. കാരണം ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. അതിനകത്ത് ആ OMR ഷീറ്റിൽ ഒരു തരത്തിലുള്ള ടാമ്പറിംഗ് നടത്താൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അടുക്കൊരു ബാർകോഡ് ഒക്കെ ഉണ്ട്. ആ ബാർകോഡ് റീഡബിൾ ആക്കേണ്ടതാണ്. അപ്പൊ അതിൽ ഒരു തരത്തിലുള്ള നല്ല രീതിയിൽ തന്നെ ആ കാർഡ്ബോർഡിൽ നല്ല രീതിയിൽ തന്നെ പ്ലേസ് ചെയ്യുക OMR ഷീറ്റ്. OMR ഷീറ്റിൽ യാതൊരു വിധത്തിലുള്ള മിസ്റ്റേക്കുകളോ ഉള്ള കാര്യങ്ങളൊന്നും വരുത്തരുത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ ഇതാണ് ശരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നിങ്ങളുടെ സാമ്പിൾ OMR പേപ്പർ എങ്ങനെയാണെന്ന് കാണാം. അവിടെ എന്തൊക്കെ ഡാറ്റ ഫില്ല് ചെയ്യണം എന്ന് കാണാം. എന്നിട്ട് അതിന്റെ നിങ്ങളുടെ ബാർകോഡ് വെർഷൻസ് ഒക്കെ നമുക്കൊന്ന് കാണാം. ഓക്കെ, സോ ഈ കാണുന്നതാണ് നിങ്ങളുടെ മോഡൽ OMR ഷീറ്റ് എന്ന് പറയുന്നത്. കീമിന്റെ പ്രോസ്പെക്ട്സിൽ കറക്റ്റ് ആയിട്ട് OMR ഷീറ്റിന്റെ നിങ്ങളുടെ ഒരു രൂപം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്കറിയാം, ആദ്യത്തെ പേപ്പർ ആണെങ്കിൽ 1 തൊട്ട് 120 വരെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആ 120 ചോദ്യങ്ങളിൽ 5 ഓപ്ഷൻസ് നിങ്ങളുടെ കാണാൻ സാധിക്കും. ആ 5 ഓപ്ഷൻസ് ആണ് ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് ബോൾ പോയിന്റ് പെൻ കൊണ്ട് വേണം എന്ത് ചെയ്യാൻ, നിങ്ങൾ അത് കറുപ്പിക്കാൻ. അപ്പൊ അത് ശ്രദ്ധിക്കണം. ആ 2 തരം ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ ഒരു കാര്യം, 2 സൈഡുകളാണ് നിങ്ങളുടെ OMRൽ ഉള്ളത്. ഒന്ന് നിങ്ങളുടെ ആൻസർ ഷീറ്റ് ആണ്, നിങ്ങളുടെ ആൻസർ എഴുതേണ്ട ഭാഗമാണ്. മറ്റത് നിങ്ങളുടെ കാൻഡിഡേറ്റ് ഷീറ്റ് ആണ്. കാൻഡിഡേറ്റ് ഷീറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഡാറ്റ ഫില്ല് ചെയ്യേണ്ട സാധനമാണ്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത്, നേരത്തെ തന്നെ എക്സാം ഹാളിൽ എത്തിച്ചേരാൻ ശ്രമിക്കുക. അതിന്റെ കാര്യങ്ങളെല്ലാം ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ടതുണ്ട്. ഇപ്പൊ ഇൻവിജിലേറ്റേഴ്സ് അതിന്റെ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് തരും പ്രോപ്പറായിട്ട്. അതിന് മുമ്പ് ഒരു ഹെഡ് സ്റ്റാർട്ട് എന്ന രീതിയിൽ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. ഇൻവിജിലേറ്റേഴ്സ് എല്ലാം പറഞ്ഞു തരും. അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട. അപ്പം ഇത് ജസ്റ്റ് കാൻഡിഡേറ്റ്സ് ഡാറ്റയാണ്. കാൻഡിഡേറ്റ്സ് ഡാറ്റയിൽ ഇവിടെയാണ് ഞാൻ പറയുന്നത് നടുക്ക് ബാർകോഡ് റീഡിംഗ് സ്ഥലം. ഇവിടെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കരുത്. പ്രോപ്പറായിട്ട് മടക്കാതെ പ്രോപ്പറായിട്ട് തന്നെ എന്ത് ചെയ്യണം, അവിടെ ഇൻസ്ട്രക്ഷൻ ടു കാൻഡിഡേറ്റ് എന്നവർ പറയുന്നുണ്ട്. പ്ലീസ് ഡു നോട്ട് സെപ്പറേറ്റ് ദ പേജസ് ഓഫ് ദ ആൻസർ ഷീറ്റ് എന്നവർ പ്രത്യേകം പറയുന്നുണ്ട്. ഒന്നും ചെയ്യാൻ പാടില്ല. ഇഫ് എ കാൻഡിഡേറ്റ് tampers with the barcode, it will be treated as malpractice. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറോ അല്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ പേപ്പറോ ഒരിക്കലും വാല്യൂ ചെയ്യില്ല ഈ ബാർകോഡ് ടാമ്പർ ചെയ്താൽ. സോ ഫസ്റ്റ് നമുക്ക് നോക്കാം കാൻഡിഡേറ്റ്സ് ഡാറ്റയാണ്. അപ്പൊ ഇവര് പറയുന്നത് ഇവിടെ ഡാറ്റ ഫില്ല് ചെയ്യുക, അതനുസരിച്ച് അവിടെ ബബിൾ ചെയ്യണമെന്നും പറഞ്ഞു. ഫസ്റ്റ് നിങ്ങളുടെ വെർഷൻ കോഡാണ്. വെർഷൻ കോഡ് അവിടെ എഴുതണം. അതേപോലെ ഇവിടെ മാർക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ റോൾ നമ്പറും ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് സീരിയൽ നമ്പറുമാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നോക്കിയാൽ അവിടെ ഒരു സീരിയൽ നമ്പർ എന്ന് പറയാൻ നേരത്തെ കാണിച്ചിരുന്നു. സീരിയൽ നമ്പർ എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. ആ സീരിയൽ നമ്പർ സെക്ഷൻ നോക്കിയിട്ട് ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധയോടെ സീരിയൽ നമ്പറിനോട് എഴുതുകയും വേണം. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നിങ്ങൾ ബബിൾ ചെയ്യുകയും വേണം. ദെൻ നിങ്ങൾക്കറിയാം നിങ്ങളുടെ പേര്, അതേപോലെ റോൾ നമ്പർ റീ എൻട്രി ചെയ്യുക. പിന്നെ നിങ്ങളുടെ സബ്ജക്ട്, അവിടെ ടീച്ചർ അവിടെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ബുക്കിൽ നിങ്ങളുടെ സബ്ജക്ട് ഫസ്റ്റ് സബ്ജക്ട് എഴുതിയിട്ടുണ്ട്. ആ സബ്ജക്ട് എഴുതുക. പ്രോപ്പർ സിഗ്നേച്ചർ.
ഇവിടെ ഇൻവിജിലേറ്ററിന്റെ സിഗ്നേച്ചർ ആണ്, ഇവിടെയാണ് നിങ്ങളുടെ കാൻഡിഡേറ്റ് നിങ്ങളുടെ സിഗ്നേച്ചർ ഇടേണ്ടത്, ഇവിടെയാണ്. അതും നല്ല കൃത്യമായി തന്നെ എഴുതുക. ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് റിസീവ് ചെയ്ത് കഴിയുമ്പോഴാണ് ഇതെല്ലാം ഫില്ല് ചെയ്യേണ്ടത് കേട്ടോ. ഇതെല്ലാം റിസീവ് ചെയ്യേണ്ടത് ആ സമയത്താണ്. അതിനുശേഷം 10 മണിക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് പൊട്ടിയതിനു ശേഷം എന്ത് ചെയ്യുക, ഓരോ ഓപ്ഷൻസ് വെച്ചിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ OMR എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഒറിജിനൽ കാണും, താഴെ ഒരു കോപ്പിയും കാണും. അതായത് നിങ്ങൾ ഒറിജിനൽ മാർക്ക് ചെയ്യുന്നതിന് നമ്മളിപ്പം താഴെ അതിന്റെ കോപ്പി അവിടെ മാർക്കാകും. അതൊന്നും നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യുക, അതൊന്നും നിങ്ങൾ നോക്കണ്ട. ഫസ്റ്റ് ബേസിക്കലി പറഞ്ഞ കാര്യങ്ങൾ മാത്രം ചെയ്യുക, ഇൻവിജിലേറ്റേഴ്സ് ഇൻഫോം ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക. അതിന്റെ കൂടെ നിങ്ങൾ ആൻസേഴ്സ് ആ എക്സാം തുടങ്ങുമ്പോൾ മാർക്ക് ചെയ്ത് പോവുക. അതനുസരിച്ച് സമയം യൂട്ടിലൈസ് ചെയ്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നിങ്ങൾ പ്രധാനമായും OMR ഫില്ലിങ്ങിന്റെ സമയത്ത് അറിഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങൾ. സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിർബന്ധമായി ഇൻവിജിലേറ്റേഴ്സിനെ കോൺടാക്ട് ചെയ്യണം. അതേപോലെ ടെക്സ്റ്റ് ബുക്കിലിട്ട് നിങ്ങളുടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ കോഡും നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിലെ വെർഷൻ കോഡുമായിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഒക്കെ എപ്പോഴും എന്ത് ചെയ്യണം, അപ്പോൾ ടീച്ചറിനെ അറിയിക്കണം, അല്ലെങ്കിൽ ഇൻവിജിലേറ്റേഴ്സിനെ അറിയിക്കണം. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് തന്നെ ടെൻഷൻ ഒന്നും അടിക്കാതെ തന്നെ എല്ലാവരും അടിപൊളി എക്സാംസ് എഴുതുക. അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഫോർ ദ കമ്മിങ് കീം എക്സാം. താങ്ക് യു.